So hey hello guys, welcome back to a new video of Trade with Ashwin. So നമ്മൾ ഇന്നത്തെ ട്രേഡ് നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിഫ്റ്റി ഇന്ന് ഏകദേശം 400 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പാണ് കൊടുത്തത്. സോ 400 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് കൊടുത്തപ്പോൾ ഞാൻ ക്യാൻഡലിൻ്റെ ലോയും ക്യാൻഡലിൻ്റെ ഹൈനെ ഇവിടെ മാർക്ക് ചെയ്തു. സോ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും ഏകദേശം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന രീതിയിൽ വന്ന് നിൽക്കുവാണ് ഇപ്പോൾ മാർക്കറ്റ്. നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഞാൻ ഇവിടുത്തെ സ്കാൽപ്പാണ് എടുത്തേക്കുന്നത്. ചെറിയൊരു സ്കാൽപ്പ് ട്രേഡ് ഞാനിവിടെ എടുക്കാനായിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക, മിക്ക ട്രേഡേഴ്സും ഇവിടെ ഡൗൺ ഡയറക്ഷൻ ആയിരിക്കും ആലോചിക്കുന്നത്. അപ്പോൾ മിക്ക ഓപ്പറേറ്റേഴ്സും ഇവിടുന്ന് അപ്പ് ഡയറക്ഷന് വേണ്ടിയിട്ടുള്ള ട്രേഡായിരിക്കും ആലോചിക്കുക. സോ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാനിവിടെ ട്രേഡ് എടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2300 എന്ന് പറഞ്ഞ ലെവൽ നല്ലൊരു ലെവലായിരുന്നു. ആ ലെവലിൽ നിന്ന് മിക്ക ട്രേഡേഴ്സും, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സും ഇവിടുത്തെ നമ്മുടെ ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് എന്ന് പറഞ്ഞ ക്യാൻഡിൽ കണ്ടിട്ട് മിക്ക ട്രേഡേഴ്സും ഇവിടെ ഡൗൺ ഡയറക്ഷൻ ആയിരിക്കും ആലോചിക്കുന്നത്. സോ മിക്ക ട്രേഡേഴ്സ് ഇവിടെ ഡൗൺ ഡയറക്ഷൻ ആലോചിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു അപ്പ് ഡയറക്ഷൻ ട്രേഡാണ് ഇവിടെ ആലോചിക്കുന്നത്. മാർക്കറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തുക എന്നാണ് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഞാനിവിടെ ചെറിയൊരു എൻട്രി ചെയ്തിട്ടുണ്ട്. 220 ഞാൻ എൻട്രി ചെയ്തേക്കുന്നത്. ഞാൻ 240 അല്ലെങ്കിൽ 250 ആണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. 210 ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഏകദേശം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് മണ്ടക്കോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 10 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ്. 20 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എക്സിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്നിട്ട് ട്രെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. 20 പോയിൻറ്റ്സ് നമുക്ക് മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ലോസ് ആകുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവനിൽ ഇറങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 400 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പാണ് നിഫ്റ്റി ഇന്ന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് മിക്ക ഓപ്പറേറ്റേഴ്സും മാർക്കറ്റിനെ അപ്പ് ഡയറക്ഷൻ തന്നെ വെക്കാനായിട്ടായിരിക്കും ആലോചിക്കുന്നത്. മാത്രമല്ല മാർക്കറ്റ് ഒരു സൈക്കോളജിക്കൽ ലെവലിൻ്റെ താഴെയാണ് ഫോം ആയിരിക്കുന്നത്. സൈക്കോളജിക്കൽ ലെവലിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ഓപ്പറേറ്റേഴ്സ് ഇവിടെ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ട്രേഡ് അപ്പ് ഡയറക്ഷനിലോട്ട് എടുത്തത്. മിക്ക റീറ്റെയിലേഴ്സും ഇവിടെ ഡൗൺ ഡയറക്ഷൻ ആലോചിക്കുമ്പോൾ നമ്മളിവിടെ അപ്പ് ഡയറക്ഷനിലോട്ട് ഒരു ട്രേഡ് എടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23300 എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ഡയറക്ഷന് വേണ്ടിയിട്ടൊരു മൂവ്മെൻറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ മിക്ക റീറ്റെയിലേഴ്സിനും ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ലിക്വിഡിറ്റി കൺസെപ്റ്റ് എന്ന രീതിയിൽ നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. നമുക്ക് ഏകദേശം 240 എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കിവിടെ മാർക്കറ്റിൽ മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ 240യിൽ നിന്ന് താഴോട്ട് കുറച്ചും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എക്സിറ്റ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് അത്രയെങ്കിലും കിട്ടണം. ഞാൻ എൻ്റെ ഫോണിലൂടെ റെഡിയാക്കി വെച്ചേക്കുവാണ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം ഏത് ടൈമിൽ ഞാനിവിടെ എക്സിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. 250 വരെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ 240 ആണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. സോ നമുക്ക് ഒരു കുറച്ച് നേരം നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മിക്ക ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹണ്ട് ചെയ്യും. ഇവിടെ ആ മണ്ടയ്ക്ക് എന്തായാലും ആ ഡോജി ക്യാൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബിയർ സ്പിന്നിങ് ടോപ്പിന് മണ്ടയ്ക്കായിരിക്കും എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത്. ആ സ്റ്റോപ്പ് ലോസ് എന്തായാലും മാർക്കറ്റ് ഹണ്ട് ചെയ്യും. സോ നമുക്ക് നോക്കാം. സോ ഞാനിവിടെ ഒരുപാട് നേരം ഹോൾഡ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ സ്കാൽപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 240 കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്നതാണ്. 238, 239. ഓക്കെ, ഞാൻ 240 എക്സിറ്റ് ചെയ്തു. 240.45 ഞാൻ എക്സിറ്റ് ചെയ്തേക്കുന്നത്. 240.45 ഞാൻ എൻ്റെ ട്രേഡ് എക്സിറ്റ് ചെയ്തു. സോ ഇവിടുത്തെ ട്രേഡ് എടുക്കാനുള്ള ലോജിക്കും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. 240.45 നമ്മൾ എക്സിറ്റ് ചെയ്തു. 220 നമ്മൾ എൻട്രി ചെയ്തത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ എങ്ങനെയാണ് എൻട്രി ചെയ്തത്, എക്സിറ്റ് ചെയ്തത്, ട്രേഡിൻ്റെ ഫുൾ ലോജിക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. സോ ഞാനിവിടെ എക്സിറ്റ് ചെയ്തു. കാരണം സ്കാൽപ്പാണ് ചെയ്യുന്നത്. സ്കാൽപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്വിക്ക് മൊമെൻറ്റമാണ് വേണ്ടത്. ക്വിക്ക് മൊമെൻറ്റം എനിക്ക് കിട്ടി, ഞാൻ എക്സിറ്റ് ചെയ്തു. പരിപാടി കഴിഞ്ഞു അവിടെ. സോ നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ലിക്വിഡിറ്റി കൺസെപ്റ്റ് എന്താണെന്നുള്ളതും ലിക്വിഡിറ്റി എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മിക്ക ഓപ്പറേറ്റേഴ്സും മാർക്കറ്റിനെ അപ്പ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. റീറ്റെയിലേഴ്സ് ഡൗൺ ഡയറക്ഷൻ ആലോചിച്ചപ്പോൾ നമ്മളിവിടുന്ന് മണ്ടക്കോട്ടുള്ളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. നമുക്ക് പ്രോഫിറ്റ് കിട്ടി. നമ്മളിവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ് കമൻറ്റ് വഴി. ഞാൻ എല്ലാവരുടെയും കമൻറ്റ് വായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള അടുത്ത വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ നമ്മുടെ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.